ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പയറും വഴുതനങ്ങയും കൊണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് 3 വഴുതനങ്ങ കഴുകിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്കുള്ള പയർ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഒരു വലിപ്പത്തിലാട്ടോ. ഇത് ഏകദേശം 350-400 ഗ്രാമോളം ഉണ്ടാവും. ഇനി ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇത്ര എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവിൽ വ്യത്യാസം വരുത്താം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ചീരാമുളകും, നിങ്ങളെ കയ്യിൽ ചീരാമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്താലും മതി. കാന്താരി മുളക് എന്നൊക്കെ പറയൂട്ടോ ഇതിന്. ഇതെല്ലാം ഇളക്കി കൊടുത്ത് എണ്ണയിൽ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. ഉള്ളിയും മുളകൊക്കെ എണ്ണയിൽ മൂത്ത് ഉള്ളി ചെറുതായിട്ട് ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഇളക്കി കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി എണ്ണയിൽ മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച പയർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങളെ കയ്യിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. കഞ്ഞിവെള്ളം ഊറിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് തെളിഞ്ഞിരിക്കുന്ന കഞ്ഞിവെള്ളമല്ലേ, അതാട്ടോ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണേക്കാളും ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് പയർ 1/4 ഭാഗത്തോളം വേവിച്ചെടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ പയർ ഏകദേശം 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം തീയിലിട്ടിട്ട് പയറും വഴുതനങ്ങയും നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം അത് വേവിച്ചെടുക്കാൻ. ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്തപ്പം കറിവേപ്പില ചേർക്കാൻ മറന്നു പോയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് നോക്കാം. പയറും വഴുതനങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫാക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.